PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ മാസവും അടുത്ത മാസമൊക്കെ ആയിട്ട് ഹയർ സെക്കൻഡറി ലബോറട്ടറി അസിസ്റ്റൻ്റ് പരീക്ഷയും പിന്നെ സെക്രട്ടേറിയറ്റ് OA 10th ലെവൽ എക്സാമൊക്കെ ഇനി വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ പരീക്ഷ നടത്തിയ ലബോറട്ടറി അസിസ്റ്റൻ്റ് ഹയർ സെക്കൻഡറിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ബാക്കി PSC പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും ഉപകാരപ്രദം തന്നെയാണ്. കാരണം ഇതിൽ പൊതുവായിട്ട് PSCക്ക് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? B. ജവഹർലാൽ നെഹ്റു. 2. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്? A ആണ് VP മേനോൻ. 3. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നൊബേൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്ത ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? അത് A. ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിലായിരുന്നു. ഇനി 4. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? അത് A. ഇന്ത്യ തന്നെയാണ്. 5. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? C ആണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംയുക്തമായിട്ടാണ്. 6. ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? C. ചൈനയായിട്ടാണ്. 7. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? B. ആറ്റിങ്ങൽ കലാപമാണ്. ഇനി 8. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം? A ആണ് 1809 ജനുവരി 11. 9. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? C. 1953. 10. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദിനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകനാര്? A ആണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഇനി 11. മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആര്? അത് ഡോക്ടർ L. സുഷമയാണ്. ഇവിടെ കൊടുത്തിരിക്കണമൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ ആൻസർ ഡോക്ടർ L. സുഷമ എന്നുള്ളതാണ്. ഇനി 12. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സൻഗാദൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? A. രാജസ്ഥാൻ. ഇനി 13. ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ തന്നിരിക്കുന്ന D ആണ്. ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണെന്നുള്ളതാണ്. ഇനി 14. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത്? A ആണ് റാഡ്ക്ലിഫ് ലൈൻ എന്നുള്ളതാണ്. ഇനി 15. ലോകത്തെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? അത് 24 ആണ്. A ആണ് ഉത്തരം. ഇനി 16. പ്രാദേശികവാദമല്ലാത്തത് ഏത്? B ആണ് കരക്കാറ്റ്. 17. ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം ഏത്? C മഞ്ഞയാണ്. ഇനി 18. മുദ്ര ബാങ്കിൻ്റെ ലക്ഷ്യം? C ആണ് ചെറുകിട വായ്പ നൽകൽ. 19. പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം? B കന്നഡ. ഇനി 20. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്? അത് ഏപ്രിൽ 1 തൊട്ട് പിന്നത്തെ കൊല്ലം മാർച്ച് 31 വരെയാണ്. അതായത് D ആണ് ഉത്തരം. ഇനി 21. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം ഏത്? അത് കൂൺശില. D ആണ്. 22. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏത്? A ആണ് അറബിക്കടൽ. 23. സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരം ഏത്? A ആണ് അലിഗഡ്. 24. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി? B ആണ് സൈമൺ ബോളിവർ ആണ്. ഇനി 25. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യമേത്? അത് D ഫ്രാൻസ് ആണ്. ഇനി 26. നിലവിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര്? ഇപ്പോൾ ഇവിടെ തന്നിരിക്കണമെന്നല്ല, അമിത്ഷാ ആണ് ഉത്തരം. ഇനി 27. 2019 ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായ രാജ്യം ഇംഗ്ലണ്ടായിരുന്നു. A. ഇനി 28. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഇത് A ആണ് APJ അബ്ദുൽ കലാം. 29. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനി? C പാലിയത്തച്ഛൻ. ഇനി 30. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? A മാനന്തവാടി. ഇനി 31. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? 1929. A ആണ്. 32. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? അത് B അയർലൻഡാണ്. ഇനി 33. യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാര്?
ഡി ആണ് വി ടി ഭട്ടത്തിരിപ്പാട്. ഇനി 34 വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സി ആണ് ശ്രീനാരായണ ഗുരു. 35 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ഡി കോഴിക്കോട്. 36 ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? ഡി ലൈഫാണ്. 37 2017 വള്ളത്തോൾ പുരസ്കാരം നേടിയതാര്? ഡി പ്രഭാവർമ്മ. ഇനി 38 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? സി ആണ് 324. ഇനി 39 കേരള സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ബി ആണ് പാലാട്ട് മോഹൻദാസ്. 40 ഓഖി ചുഴലിക്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഏത് പേരിൽ? അത് സി ആണ് ഓപ്പറേഷൻ സിനർജി എന്ന്. ഇനി 41 കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? സി ആണ് 1098 എന്നുള്ളത്. ഇനി അടുത്തത് വേണ്ട, ആവശ്യമില്ല. ഇനി 43 ജപ്പാന്റെ കറൻസി അറിയപ്പെടുന്നത് ഏത് പേരിൽ? ബി യെൻ എന്നാണ്. 44 താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് ഏത്? ഡി അഹമ്മദാബാദ്. 45 ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? ബി തൂത്തുക്കുടി. ഇനി 46 ലോക ജലദിനം? സി ആണ് മാർച്ച് 22. ഇനി 47 പ്രവൃത്തിയുടെ യൂണിറ്റ്? ബി ജൂളാണ്, വർക്ക് എന്ന് പറയും. ഇനി 48 വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഡി ആണ് അസറ്റിക് ആസിഡ്. 49 ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഡി പക്ഷിയാണ്. 50 പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം? ബി തലച്ചോറ്. 51 പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിന സസ്യത്തിന്റെ സങ്കരയിനമാണ്? ഡി കുരുമുളകാണ്. ഇനി 52 2017 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയതാര്? സി ആണ് ഇന്ദ്രൻസ്. 53 സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏത്? ബി ബുധൻ. 54 നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? ഡി ആണ് വിറ്റാമിൻ എ. 55 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമരത്തിന്റെ 100-ാം വാർഷികമാണ് 2017 ആഘോഷിച്ചത്? സി ആണ് ചമ്പാരൻ സത്യാഗ്രഹം. 56 കേരള സംസ്ഥാനം നിലവിൽ വന്നത്? ബി ആണ് 1956 നവംബർ 1. 57 രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? സി അരിസ്റ്റോട്ടിൽ. ഇനി 58 കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആര്? അത് എ എൻ ഷംസീറാണ്. ഇവിടെയുള്ള 4 ഉത്തരമല്ല. ഇനി 59 കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത്? ഡി ആണ് സമത്വ സമാജം. 60 താഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? സി ലാൽ ബഹദൂർ ശാസ്ത്രി. ഇനി നമുക്ക് മാത്സിലേക്ക് കിടക്കാം. മാത്സ് നമുക്ക് 20 ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്യണ രീതിയും കൂടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മാത്സ് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം കാണുമ്പോൾ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉത്തരം ചെയ്തേക്കണത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ 81ാമത്തെ ചോദ്യമായിട്ടാണ് വരിക. മാത്സ് മെൻ്റൽ എബിലിറ്റി 81 തൊട്ട് 100 വരെ. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇതിൽ ഏത് ഉത്തരം കിട്ടണേ നോക്കുക. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു വശം തന്നാൽ അല്ലെങ്കിൽ വികരണം തന്നാൽ ഒരു വശം കാണാനുള്ള ഫോർമുല A = D/√2 ആണ്. അപ്പോൾ 4/√2. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 × √2 × √2 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. കാരണം √2 × √2 √4 അത് 2 ആണ്. അപ്പോൾ 2 × 2 4 വരും. അപ്പോൾ √2 വെട്ടിപ്പോയി 2√2 കിട്ടും. അപ്പോൾ അതാണ് ഡി ആണ് ഉത്തരം. ഇനി അടുത്ത് 82 -1/99 പ്ലസ് -1/100 പ്ലസ് -1/101 എത്ര? അപ്പോൾ ഇവിടെ നോക്കുക, ഇത് കാണുമ്പോൾ കുറേ വലിയതാണെന്ന് വിചാരിക്കും. പക്ഷേ -1ൻ്റെ പവർ ഒറ്റയായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ വില നെഗറ്റീവാണ്. പ്ലസ്സായിട്ട് ഇരട്ടയായിട്ട് വരികയാണെങ്കിൽ -1ൻ്റെ വില ഇരട്ടയായിട്ട് വരികയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കൂ. -1/99 കണ്ട് ഒറ്റയായതുകൊണ്ട് അതിൻ്റെ വില -1. അതായത് 1നെ എത്ര പ്രാവശ്യം ഗുണിച്ചാലും 99 പ്രാവശ്യം ഗുണിച്ചാലും 1 തന്നെ കിട്ടുക. അപ്പോൾ അത് ഒറ്റയായതുകൊണ്ട് -1 വന്നു. ഇനി പ്ലസ് -1/100, അപ്പോൾ അതവിടെ ഇരട്ട സംഖ്യയാണ്. അപ്പോൾ +1 വരും. ഇനി -1/101 അത് -1 വരും. അപ്പോൾ ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം -1 വരും. അതായത് ബി ആണ്. ഇനി 83 ചുവടെ കൊടുത്തവയിൽ 2/3-നും 3/4-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? അപ്പോൾ ഇവിടെ 4 ഉത്തരം ഇവിടെയും തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ
അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ 2ഉം 3ഉം ആ രണ്ട് സംഖ്യകളുടെ അംശങ്ങൾ 2 + 3 5 / 3 + 4 7. അപ്പോൾ ഈ 5/7 എപ്പോഴും 2/3ൻ്റെയും 3/4ൻ്റെ ഇടയിൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എ ആണ് ഉത്തരം. ഇനി 84. 25 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് ഒരു കാർ 150 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ 30 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് ആ കാർ എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ 25 ലിറ്ററിന് 150 കിലോമീറ്റർ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 ലിറ്ററിന് എത്ര പോകുന്നു? അപ്പോൾ 1 ലിറ്ററിൻ്റെ കാണാമല്ലോ, 150/25 ചെയ്താൽ 1 ലിറ്ററിൻ്റെ കിട്ടും. അപ്പോൾ 30 ലിറ്ററിൻ്റെ × 30 ചെയ്താൽ മതി, അതായത് 180 കിലോമീറ്റർ സി കിട്ടും. ഇനി 85. ഒരു പാത്രത്തിൻ്റെ വാങ്ങിയ വില 120 രൂപയാണ്. അത് 10% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്ര? അപ്പോൾ 120 രൂപയ്ക്ക് വാങ്ങിയ പാത്രം 10% നഷ്ടം. അപ്പോൾ 120ൻ്റെ 10% കാണുക. അപ്പോൾ 120 × 10/100. അപ്പോൾ അത് 12 രൂപ കിട്ടും. ഇനി വാങ്ങിയ വില 120, 12 രൂപ നഷ്ടം. അപ്പോൾ വിറ്റ വില 120 - 12 108 രൂപ വരും. ഇനി 86. x + y = 6ഉം x - y = 4ഉം ആയാൽ x × y എത്ര? അപ്പോൾ ഇവിടെ x + y 6 തന്നിട്ടുണ്ട്, x - y 4 തന്നിട്ടുണ്ട്. അപ്പോൾ x × y കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് x × y കാണണമെങ്കിൽ x എത്രയാണെന്നും y എത്രയാണെന്നും കാണണം. അപ്പോൾ ഈ രണ്ട് തന്നിരിക്കുന്ന സമവാക്യങ്ങളും കൂടെ കൂട്ടുക. അപ്പോൾ -y-യും +y-യും പോവും. 2x = 6 + 4 10 കിട്ടും. അപ്പോൾ x = 10/2 5 കിട്ടി. ഇനി ആ എക്സിൻ്റെ വില നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ 5 + y = 6. അപ്പോൾ y = 6 - 5 1 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി 5, വൈയുടെ വില കിട്ടി 1. അപ്പോൾ x × y എത്രയാണ്? 5 × 1 5. അപ്പോൾ സി ആണ് ഉത്തരം. 87. ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 3 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 2 മടങ്ങിന് തുല്യമായാൽ സംഖ്യ ഏത്? അപ്പോൾ ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയണത് ആ സംഖ്യയേക്കാൾ 3 കൂടുതൽ, അതായത് +3 ഉള്ള മറ്റൊരു സംഖ്യയുടെ 2 മടങ്ങ്. അപ്പോൾ × 2 കൂടെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സംഖ്യ x വിചാരിക്കുക. അപ്പോൾ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x. അത് എന്തിനു തുല്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആ സംഖ്യയേക്കാൾ 3 കൂടുതൽ. അപ്പോൾ x + 3 അതിൻ്റെ 2 മടങ്ങ്. അപ്പോൾ x + 3 × 2. അപ്പോൾ ഇത് ബ്രാക്കറ്റൊക്കെ തുറന്ന് ചെയ്യുമ്പോൾ x = 6/3 2 കിട്ടും. ഇനി 88. ബാഹ്യകോൺ 45 ഡിഗ്രി ആയ ഒരു സമബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? അപ്പോൾ ബാഹ്യകോൺ 45 ഡിഗ്രി, ഒരു ബാഹ്യകോണിൻ്റെ അളവ് വന്നിട്ട് 45 ഡിഗ്രി. അപ്പോൾ സമബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? അപ്പോൾ ഒരു സമബഹുഭുജത്തിൻ്റെ എല്ലാ കോണുകളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 360 കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കോൺ 45 ഡിഗ്രി ആയാൽ എത്ര വശങ്ങളുണ്ടെന്ന് കാണാൻ 360/45. അപ്പോൾ 8 ഉത്തരം ഡി ആണ്. ഇനി 89. 100നും 700നും ഇടയിൽ 3ൻ്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ 100ൽ 3 പോവില്ല നമുക്കറിയാം, 700ലും 3 പോവില്ല നമുക്കറിയാം. അപ്പോൾ 100ൻ്റെ ശേഷം വരുന്ന 3 പോകുന്ന 3 കൊണ്ട് 3ൻ്റെ ആദ്യത്തെ ഗുണിതം വരുന്ന എത്രയാണ്? 102 ആണ്. ഇനി 700ൻ്റെ ഇടയിലാണ്. അപ്പോൾ 700ന് തൊട്ട് മുമ്പ് 700ൽ 3 പോവില്ല. അപ്പോൾ 700ന് മുമ്പ് എത്രയിലാണ്? 699. അപ്പോൾ നമുക്ക് ആദ്യ പദവും അവസാന പദവും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് n-ാം പദം കാണാനുള്ള ഫോർമുല Tn = a + n - 1 × d. 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 3ആണ് പൊതുവ്യത്യാസം. അപ്പോൾ ഒന്നിലോ സമവാക്യം ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മളിത് രണ്ടും കൂടെ വ്യത്യാസം കാണുക. 700ന് മുമ്പ് 3ൻ്റെ ഗുണിതം 699 മൈനസ് 100ന് ശേഷമുള്ളത് 102. അപ്പോൾ 699 - 102/3 + 1. അപ്പോൾ 597/3 + 1. അപ്പോൾ എത്ര? 200 കിട്ടും. രണ്ട് രീതിയിലും ചെയ്യാം. ഇനി 90. 74,088ൻ്റെ ഘനമൂലം എത്ര? അപ്പോൾ ഘനമൂലം കാണണമെങ്കിൽ 3 ക്യൂബ് ആണ് ചോദിച്ചിരിക്കുന്നത്, ക്യൂബ് റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ വർഗ്ഗങ്ങളാക്കുക. അപ്പോൾ എന്നിട്ട് 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 3 2 ഒരു 2 എടുക്കാം, 3 3 വന്നിട്ട് അതിൽ നിന്ന് ഒരു 3 എടുക്കാം, പിന്നെ 3 7 വന്നിട്ട് അപ്പോൾ ഒരു 7 എടുക്കാം. അപ്പോൾ 2 × 3 6 × 7 42 ഉത്തരം സി ആണ്. ഇനി 91. ഒരു ക്ലാസ്സിലെ 9 കുട്ടികളുടെ ശരാശരി ഉയരം 160 സെൻറ്റിമീറ്റർ ആണ്. ആ ക്ലാസ്സിൽ പുതിയതായി ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി ഉയരം 161 സെൻറ്റിമീറ്റർ ആയി. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഉയരം എത്ര? അപ്പോൾ ഇങ്ങനത്തെ ഈ ചോദ്യം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. 9 കുട്ടികളുടെ ശരാശരി അപ്പോൾ 160. അപ്പോൾ ആകെ ഉയരം എത്രയാണ്? 9 × 160. അപ്പോൾ അത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി കൂടുതൽ വന്നപ്പോൾ 10 കുട്ടികളായി. അപ്പോൾ 10 കുട്ടികളുടെ ശരാശരി 161. അപ്പോൾ 161 × 10 എത്രയാണ്?
അത് ചെയ്യാം 1610. എന്നിട്ട് അത് രണ്ടും തമ്മിൽ കുറച്ചാൽ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് 9 കുട്ടികളുടെ ശരാശരി ഉയരം 160 അപ്പോൾ ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ 161. അപ്പോൾ 9 കുട്ടികൾക്ക് എത്ര വീതം കൂടി? 9 സെന്റിമീറ്റർ കൂടി. പിന്നെ 10ാമത്തെ ആളുടെ ഉയരം എന്താ? 161 തന്നെയാണല്ലോ. അപ്പോൾ 161 + 9 170. ഇത് മനക്കണക്ക് പോലെ ഇങ്ങനെ ചെയ്യാം. 92. x - 1 = x - 5 ആയാൽ എക്സിന്റെ വില. അപ്പോൾ ഇങ്ങനെ മോഡുലസ് എന്നാണ് പറയുക. അതായത് ഇതിന്റെ കേവല വില, ചിഹ്നമില്ലാത്ത വിലയാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. x - 1 = x. അപ്പം ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വിലകൾ കൊടുത്തു കൊടുക്കുക നോക്കുക നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടും എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ x - 1 + x. അപ്പോൾ ഒന്നിലും ഇവിടുത്തെ ആദ്യത്തെ 3 കൊടുത്തു വെക്കുക. അപ്പോൾ 3 - 1 2. 2 സമം 5. എക്സ് നമ്മൾ 3 കൊടുത്തത്. അപ്പോൾ 3 - 5 -2. പക്ഷെ ഇങ്ങനെയുള്ള ചിഹ്നം ഇട്ടുകൊണ്ട് ആ -2ന്റെ കേവല വില 2 തന്നെയാണ്. അപ്പോൾ 2 = 2. അപ്പോൾ ഈ 3 കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കൊടുത്തു നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് സമം 0 ഇട്ട് എഴുതിയിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ 2x - 6 = 0. അപ്പോൾ 2x = 6 + 0. അപ്പോൾ x = 6/2 3. അപ്പോൾ രണ്ട് രീതിയിൽ അത് ചെയ്യാം. ഇനി അടുത്തത് 93. 15,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്ര? അപ്പോൾ 15,000 രൂപയാണ് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണ്. എന്ന് പറഞ്ഞാൽ 15,000 രൂപയ്ക്ക് ആദ്യത്തെ കൊല്ലം 10% കിട്ടും. ആ 10%ത്തിനും പിന്നത്തെ കൊല്ലം 10% കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കണ്ടോ, നമ്മളിങ്ങനെ 10% ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിലോ A സമം ഫോർമുല ഉപയോഗിച്ച് P × P എന്ന് പറഞ്ഞാൽ മുതൽ 15,000 രൂപ 1 + R എന്ന് പറഞ്ഞാൽ 10% /100 × N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷമല്ലേ, അപ്പോൾ 2. അങ്ങനെ ചെയ്യുമ്പോൾ മൊത്തം നമുക്ക് 18,150 കിട്ടും. 15,000 രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ 18,150 നിന്ന് 15,000 കുറച്ചാൽ 3,150 കിട്ടും. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആദ്യത്തെ കൊല്ലം 10%, രണ്ടാമത്തെ കൊല്ലം 10 + 10 20%. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ ആദ്യത്തെ കൊല്ലം 10% വരും, രണ്ടാമത്തെ കൊല്ലം ആ 10% 20% കിട്ടും, പിന്നെ ആ 10%ത്തിന്റെ 10% കൂടെ കിട്ടും. അതായത് 10ന്റെ 10% എത്ര? 1%. അപ്പോൾ 20 + 1 എത്ര? 21%. അപ്പോൾ 15,000 × 21/100 നേരിട്ട് ചെയ്താൽ 3,150 കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഈ രണ്ടാമത് പറഞ്ഞാണ് ഫോർമുല വെച്ച് ചെയ്യണേക്കാൾ എളുപ്പമായിട്ട് തോന്നുന്നത്. നേരിട്ട് കിട്ടൂലോ. ഇനി 94. 5 + 10 + 15 + എക്സെട്ര + 100 എത്ര? അപ്പോൾ 5, 10, 15, 20 അങ്ങനെ 100 വരെയുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഇവിടെ നമ്മൾ 5 എല്ലാത്തിലും കോമൺ ആണ്, 5 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 + 2 + 3 + എക്സെട്ര 20. അതിൻ്റെ ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തുക കാണാനുള്ള ഫോർമുല SN = N × N + 1/2. 5 നമ്മൾക്കിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 5 × N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. 20 × 20 + 1/2. അപ്പോൾ 10 × 21 × 5. അപ്പോൾ 5 ആദ്യം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടല്ലോ. 5 × 210. അപ്പോൾ 1050 കിട്ടും. അതായത് B ആണ് ഉത്തരം. ഇനി 95. 12 × 4 × 9 × 3 × 4/6³ × 8² × 27 എത്ര? അപ്പോൾ നമ്മൾ 12⁴ എന്ന് പറയുമ്പോൾ 12 × 12 × 12 × 12 അങ്ങനെ 4 പ്രാവശ്യം എഴുതുക. 9 × 3 എന്ന് പറയുമ്പോൾ 9 × 9 × എന്നിട്ട് ഇത് അതുപോലെ താഴെയും അങ്ങനെ എഴുതുക. എന്നിട്ട് പെട്ടെന്ന് വെട്ടി ചെറുതാക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്തതെന്ന് വെച്ചാൽ 12 × 4 എന്ന് പറയുമ്പോൾ 12 × 3 × 12. ഇനി 6 × 3 12 × 3 വെട്ടിപ്പോവും. എത്ര പ്രാവശ്യം? 2 × 3 പ്രാവശ്യം. അങ്ങനെ ഞാൻ ചെയ്തേക്കണേ. അപ്പോൾ എങ്ങനെ ചെയ്താലും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും. 162 കിട്ടും. ഇനി 96. വികർണം 10 സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ പരപ്പളവ് എത്ര? അപ്പോൾ ഡയഗണൽ അല്ലെങ്കിൽ വികർണം 10 സെന്റിമീറ്റർ, പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തീർണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ D = A√2. ഞാൻ നേരത്തെ പറഞ്ഞു A = D/√2 ആണ്. അപ്പോൾ D = A√2. അപ്പോൾ A√2 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 10 തന്നിട്ടുണ്ട്. അപ്പോൾ A = 10/√2. അത് നമ്മൾ 10/√2 ഹരിക്കാൻ നിൽക്കണ്ട, അങ്ങനെ കടന്നോട്ടെ. ഇനി വിസ്തീർണം കാണാൻ, സമചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല ഒരു വശം കിട്ടിയാൽ വശം സ്ക്വയർ ആണ്. അപ്പോൾ 10√2 സ്ക്വയർ, 10² 100, √2ന്റെ സ്ക്വയർ 2. അപ്പോൾ 50 cm² വരും. C ആണ് ഉത്തരം. ഇനി 97. ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ 5 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ആണ്.
5 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്ററാണ്. ഈ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശമാകാവുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏത്? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്, 5 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും. അപ്പോൾ മൂന്നാമത്തെ വശം, അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ 5ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ കണ്ടോ, മൂന്ന് വശങ്ങൾ എയും ബിയും സി ആണെങ്കിൽ എ പ്ലസ് ബി മൂന്നാമത്തെ വശത്തേക്കാൾ എന്തായാലും കൂടുതലായിരിക്കണം. അപ്പോൾ 5ഉം 7ഉം കൂട്ടുമ്പോൾ 12 കിട്ടും. ആ 12 ഏത് മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലാവണം. അപ്പോൾ 12 എന്നുള്ളത് മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലാവണമെങ്കിൽ 14 പറ്റില്ല. കാരണം 14 12നേക്കാൾ വലുതാണ്. അപ്പോൾ അത് പറ്റില്ല. 12ആണ് ഏറ്റവും വലുതാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടണ 12 ആയിരിക്കണം കൂടുതൽ ഉണ്ടാവണത്. അപ്പോൾ ഇവിടെ കുറവുള്ളത് ഏതാ? 11ആണ്. അപ്പോൾ 11ആണ്. കണ്ടോ, രണ്ട് വശങ്ങൾ കൂട്ടുന്നത് മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലാകണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ രണ്ട് വശങ്ങൾ കൂട്ടണത് ഇവിടെ 12ആണ്, 7 5 12 വരിക. അപ്പോൾ മൂന്നാമത്തെ വശം 12നേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ 12നേക്കാൾ ചെറുത് ഇവിടെ ഏതാ? 11 മാത്രമേ ഉള്ളൂ. ഇനി 98. എയുടെ കൈവശമുള്ള തുകയുടെ 2/5 ഭാഗമാണ് ബിയുടെ കൈവശമുള്ളത്. ബിയുടെ കൈവശമുള്ള തുകയുടെ 7/9 ഭാഗമാണ് സിയുടെ കൈവശമുള്ളത്. 3 പേരുടെയും കൈവശമുള്ള ആകെ തുക 770 രൂപയായാൽ എയുടെ കൈവശമുള്ള തുക എത്ര? അപ്പോൾ ഇവിടെ നമ്മൾ എയുടെ കൈവശമുള്ളത്, അപ്പോൾ ബിയുടെ 2/5 ഭാഗം, അപ്പോൾ 2/5 ബി എന്ന് എടുക്കാം. അതായത് എ 5 ആണെങ്കിൽ ബി 2 ആണെന്ന് അർത്ഥം. അപ്പോൾ സിയുടെയോ? ബിയുടെ 7/9 ഭാഗമാണെന്ന്. അപ്പോൾ 2 × 7/9, അപ്പോൾ 14/9. അപ്പോൾ നമ്മൾ ഈ 9 ഇത് വന്നത് ഛേദം വന്ന് കളയാനായിട്ട് എല്ലാത്തിനും 9 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എയുടെ കയ്യിൽ എത്രയാ? 5 × 9 45 ഭാഗം. ബിയുടെ കയ്യിൽ 2, ബിയുടെ 2 അല്ലേ, അപ്പോൾ 2 × 9 18 ഭാഗം. സിയുടെയോ? 14/9 × 9, അപ്പോൾ 14 ഭാഗം. ഇനി ഈ 45ഉം 18ഉം 14ഉം കൂടെ കൂട്ടുമ്പോൾ 77ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 77 യൂണിറ്റ് എന്ന് പറയണത് 770 രൂപയാന്ന് ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ 77 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 770. അപ്പോൾ അതായത് × 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എയുടെ കൈവശം 45 യൂണിറ്റ് അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ 45 × 10 എത്രയാ? 450 രൂപ. ഇനി 99. രണ്ട് ഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആയാൽ അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത്? അപ്പോൾ ആരങ്ങൾ തന്നിട്ടുണ്ട് 2:3. അപ്പോൾ വ്യാപ്തം കാണാൻ 4/3 πr³ ആണ്. അപ്പോൾ r1³ r2³ എടുത്താൽ മതി. 4/3 പൈയൊക്കെ വെട്ടിപ്പോവും. അപ്പോൾ 2³ 3³. അപ്പോൾ 2³ 8, 3³ 27. അപ്പോൾ 8:27 ഡി ആണ് ഉത്തരം. ഇനി 100. ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 4 മടങ്ങാണ് എങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ഒരു എണ്ണൽ സംഖ്യ എന്ന് പറയണത് നമ്മൾ ഇവിടെ ഓരോന്നും എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ 2ൻ്റെ വ്യുൽക്രമം 1/2 വരും. അപ്പോൾ അതിൻ്റെ 4 മടങ്ങുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 × 1/2. 4 × 1/2 എത്ര? 2. അപ്പോൾ 2ൻ്റെ വ്യുൽക്രമം 2 തന്നെ കിട്ടി. അപ്പോൾ സംഖ്യ 2 ആണ് വരിക. അപ്പോൾ ഇത്രയാണ് ഈ മുൻ വർഷത്തെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയുടെ ആൻസർ കീ, PSC പരീക്ഷയുടെ ആൻസർ കീ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.